We can see today's topic, non-performing assets. What is the short format? NPA, non-performing assets. Another very important topic. You can expect a 5 mark or 2 mark or even an essay topic. ഓക്കെ, എസ് എയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ബാങ്കിങ് സെക്കൻഡ് മൊഡ്യൂൾ സെക്കൻഡിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. അതുപോലെ തന്നെ UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാം, KAS PSC നടത്തുന്ന KAS എക്സാം, ബാങ്കിങ് എക്സാമിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. എക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആയിട്ട് പറയാം റിലേറ്റഡ് ടു ബാങ്കിങ് സെക്ടർ, നോൺ പെർഫോമിംഗ് അസറ്റ്സ്. നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ബാഡ് ലോൺസ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാഡ് ലോൺസ്. ഓക്കെ, ബാഡ് ലോൺസ്, ചീത്ത ലോണുകൾ. ഓക്കെ, നെഗറ്റീവ് മീനിങ് ആണ്. സിമിലർലി ടോക്സിക് ലോൺസ്. ഓക്കെ, വളരെ രസകരമായിട്ടുള്ളൊരു ടേം കേട്ടോ, ടോക്സിക് ലോൺസ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ ടോക്സിക്കൻസ്, വിഷം. ഓക്കെ, അപ്പോൾ ഇവിടെ ബാങ്ക് മരിച്ചു പോകാൻ വരെ മീൻസ് മാസ് ഫെയില്യൂർ, ബ്രേക്ക് ഡൗൺ, ബാങ്കിങ് ഫെയില്യൂർ വരെ വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണെന്ത്, നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഓക്കെ, ഞാനിവിടെ ഒരു ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ബാങ്കിങ് സെക്കൻഡിലെ മൊഡ്യൂൾ സെക്കൻഡ് വരുന്ന ഒരു ഏരിയയാണ് അസറ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ആ അസറ്റ് ക്ലാസിഫിക്കേഷനിലും നിങ്ങൾക്ക് ഞാൻ പറയുന്ന ടോപ്പിക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ഓക്കെ, നോൺ പെർഫോമിംഗ് അസറ്റ്സ് 3 പ്രധാനപ്പെട്ട ടൈപ്സ് ഉണ്ട്. ദാറ്റ് ടൈപ്സ് ഓൾസോ യു ക്യാൻ ആഡ് ഇൻ ടു അസറ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ റീഡ് ചെയ്യുകയാണെങ്കിൽ അറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഉള്ളത് പബ്ലിക് സെക്ടർ ബാങ്കിലാണ്. ഓക്കെ, ഗവൺമെൻറ് ഓൺഡ് ബാങ്ക്സിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് SBIയിലാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു പ്രധാനപ്പെട്ട കാരണം ലാർജ് ബാങ്കാണ്, ഒരുപാട് വായ്പ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിട്ടാക്കടം, ഇതിൻ്റെ മലയാളം കിട്ടാക്കടം, നിഷ്ക്രിയത്വമായിട്ടുള്ള അസറ്റ്സ്, കിട്ടാക്കടം എന്ന് പറയാം. ഈ ടേം ഓർത്തിരിക്കുക, ബാഡ് ലോൺസ്, സിമിലർലി ടോക്സിക് ലോൺസ്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. isn't it? See, നോൺ പെർഫോമിംഗ് അസറ്റ്സ് അക്കോർഡിംഗ് ടു RBI, നമ്മുടെ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെഫിനിഷൻ പ്രകാരം നോൺ പെർഫോമിംഗ് അസറ്റ് ഈസ് ആൻ അസറ്റ് whose repayment of principal and interest of thereon has not been received more than 90 days. Okay, പ്രീവിയസ് വീഡിയോയിൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ റിസ്ക് ആയിട്ട് വരുന്ന കിട്ടാക്കടം ഏറെക്കുറെ തരണം ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓൺ ഫണ്ടാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ഒക്കെ അതിൻ്റെ നോമൊക്കെ പറഞ്ഞു. അതുപോലെ ബാങ്കിങ് കമ്മിറ്റി ഓൺ ഫൈനാൻഷ്യൽ സൂപ്പർവിഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, ബേസൽ കമ്മിറ്റി, അതുപോലെ ബേസൽ 1, ബേസൽ 2 ആൻഡ് ബേസൽ 3. ഓക്കെ, ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് എക്സാമിന് വേണ്ട പോയിന്റ് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ആൻസർ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബാങ്കിങ് സെക്കൻഡിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കളക്ട് ചെയ്യാം. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്സിൻ്റെ സ്ലൈഡ്സ് എൻ്റെ വെബ്സൈറ്റിൽ naushadchengodu.in ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി സ്ലൈഡ്സ് അതിലുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ്സിൽ അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് എന്നൊക്കെ നിങ്ങൾക്ക് സ്ലൈഡ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. റൈറ്റ്, അതുപോലെ തന്നെ എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് നിങ്ങളെ 5th സെമ്മിലെ കോർ പേപ്പർ, സിമിലർലി ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്, മനോഹരമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. അതുപോലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ഹൈ ലെവൽ ഓഫ് അനാലിസിസ് വേണമെങ്കിൽ മനോരമ ബുക്സ് എൻ്റെ പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്കോണമി ഫോർ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. സിമിലർലി KASന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആൻഡ് കേരള എക്കോണമി എന്ന് പറയുന്ന പുസ്തകം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റൈറ്റ്, സോ ഹിയർ അക്കോർഡിംഗ് ടു RBI, നോൺ പെർഫോമിംഗ് അസറ്റ് ഈസ് ആൻ അസറ്റ്. ഓക്കെ, ദ അസറ്റ് ആണല്ലേ, ഇതിന്റെ ടേം ഒക്കെ നല്ല രീതിയിൽ ഓർത്തിരിക്കണം. ഈസ് ആൻ അസറ്റ് ഹൂസ് റീപേയ്മെന്റ്, ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത്, ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദെയർ ഓൺ ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് മോർ ദാൻ 90 days. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ദിവസത്തിന്റെ കണക്ക് 90 days ആണ്, 90 ദിവസം.
ഓക്കെ, അപ്പം ഞാൻ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ബാങ്കിൽ ഞാൻ 5 ലക്ഷം രൂപ വായ്പ എടുത്തു. 5 ലക്ഷം രൂപ. ഈ 5 lakhs വിളിക്കുന്ന പേരാണെന്ത്? പ്രിൻസിപ്പൽ എമൗണ്ട്. ഞാൻ വായ്പ എടുത്ത മൊത്തം തുക, പ്രിൻസിപ്പൽ എമൗണ്ട്. ആ 5 lakhs ബാങ്ക് ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെവി ചെയ്യുന്ന പലിശക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാം അല്ലേ, ഇൻട്രസ്റ്റ് റേറ്റ്. അതാണ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട റിട്ടേൺ, ലാഭം. ഓക്കെ, ആ കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പം ഞാൻ 5 ലക്ഷം രൂപ വായ്പ എടുത്തിട്ട് ഞാൻ എന്താണ്, എനിക്കൊരു ഡ്യൂ ഉണ്ട്. മീൻസ് ഞാൻ വായ്പ എടുത്ത് 3 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ വായ്പ എടുത്ത നെക്സ്റ്റ് മന്ത് മുതൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ആ റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് ഡ്യൂ. ഈ ഡ്യൂ വന്നിട്ട് 1 മാസം കഴിഞ്ഞു, ബാഡ് ലോൺ ആവില്ല കേട്ടോ. 2 മാസം കഴിഞ്ഞു, അപ്പോഴും ബാഡ് ലോൺ ആവില്ല. 3 മാസം കഴിഞ്ഞാൽ, 3 മാസമായിട്ടും ഒരു തിരിച്ചടവില്ല, പ്രിൻസിപ്പൽ എമൗണ്ട് ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. ആ പ്രിൻസിപ്പൽ എമൗണ്ടുമായി ബന്ധപ്പെട്ട വായ്പയുടെ പലിശയും ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ ആ അസറ്റ്, ആ ബാങ്കിൻ്റെ ലോൺ എന്താവും, കിട്ടാക്കടമാകും. ആരാ ഡിഫൈൻ ചെയ്ത്? ചിലർക്കാരല്ല, നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി, ദാറ്റ് ഈസ് RBI. RBIൻ്റെ ഡെഫിനിഷൻ പ്രകാരം ദാറ്റ് ഈസ് ദ തിങ്. അപ്പോൾ ഒരു 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ you can just put this definition according to RBI, and you can also add alternative names of NPA, bad loans and toxic loans. ചിലപ്പോൾ 2 മാർക്കിന് NPA എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, NPA represents non performing assets, which means that is an asset whose repayment of principal and interest of thereon has not been received more than 90 days. It is also known as bad loans, toxic loans. You will get full mark. 2 mark. 5 മാർക്ക് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, we will add classification of assets or classification of NPA, that is substandard NPA, doubtful NPA and loss NPA. ഓക്കെ, ഈ 3 പ്രധാനപ്പെട്ട ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്സ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ലിസൺ വെരി കെയർഫുള്ളി. നമുക്കറിയാം ബാങ്ക്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കണം, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിങ് 1 പഠിച്ചിട്ടുണ്ട് അല്ലേ, ബാലൻസ് ഷീറ്റ്. ഒരു ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ലയബിലിറ്റീസ് എന്നാണ്, അഥവാ ബാധ്യത. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സിമ്പിളായിട്ടൊന്ന് സൂചിപ്പിച്ചു. റൈറ്റ് സൈഡിൽ വരുന്നത് അസറ്റ്സ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ഫോർമാറ്റ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ബാങ്ക്. അത് ഇന്ത്യയുടെ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് 1 April to 31 March ആണ്. RBIൻ്റെ ഫൈനാൻഷ്യൽ ഇയർ അഥവാ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് July 1 to 30th June ആണ്. July 1 സ്റ്റാർട്ട് ചെയ്ത് June 30 അവസാനിക്കുന്നതാണെന്ത്, RBIൻ്റെ ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പോൾ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ലയബിലിറ്റി എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ആണ്. ദിസ് ഈസ് ദ ലാർജസ്റ്റ് ഐറ്റം ദാറ്റ് കം അണ്ടർ ലയബിലിറ്റി, ഡെപ്പോസിറ്റ്സ്. നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്സ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓർ ടൈം ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലേ, കറണ്ട് ഡെപ്പോസിറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡെപ്പോസിറ്റ്സ് ബാങ്കിൻ്റെ ബാധ്യത ആവാനുള്ള കാരണം എന്താ, ബാങ്ക് മസ്റ്റ് പേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്. ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് പലിശ കൃത്യമായിട്ട് കൊടുക്കണം. ഡെപ്പോസിറ്റർ എപ്പോഴാണോ പണം ആവശ്യപ്പെടുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. ബാങ്കിന്റെ പ്രധാനപ്പെട്ട അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ലോണാണ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ്, വായ്പയാണ്. അത് ബാങ്കിന്റെ അസറ്റ് എന്ന് വിളിക്കാൻ കാരണം അസറ്റ്, ബാങ്കിന്റെ സ്വത്ത് അസറ്റ് എന്ന് വിളിക്കാൻ കാരണം ബാങ്ക് വിൽ ഗെറ്റ് റിട്ടേൺ. ബാങ്ക് വിൽ ഗെറ്റ് റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. ഓക്കെ, പൊതുവേ നമുക്കറിയാം ബാങ്ക് കൊടുക്കുന്ന ഈ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഫോർ എക്സാമ്പിൾ ഇതൊരു 6% ആണെങ്കിൽ ലോണിന് കൊടുക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര ആവും, 10%. The difference between the rate of interest on loan and the rate of interest offered to depositors, this is the net profit margin of the bank. ഓക്കെ, നമുക്കറിയാം ബാങ്കിന്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ അസറ്റ്സ് ഈ ഭാഗത്ത് പ്രശ്നം വരികയാണ്. എന്താണ്, ബാങ്ക് ഈസ് നോട്ട് ഗെറ്റിംഗ് എനി റിട്ടേൺ ഫ്രം ദി അസറ്റ്സ്.
ഓക്കെ, ബാങ്ക് failed to mobilize the rate of interest on loans including principal amount. Default from the part of borrower. വായ്പ എടുത്ത ആൾ മുങ്ങി, പലിശയില്ല, മുതലില്ല. അപ്പം എന്താണ്, അസറ്റ്സിൽ നിന്നും ഒരു റിട്ടേണും കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ ആലോചിച്ചു, നോൺ പെർഫോമിംഗ് എന്നാണ്. ദാറ്റ് ഈസ് നോ റിട്ടേൺ, നിഷ്ക്രിയമായിട്ട് കിടക്കുകയാണ്. നോ റിട്ടേൺ. റിട്ടേൺ കിട്ടുന്ന സൂപ്പർ ലോൺ ആണെങ്കിൽ, ഇപ്പം ഞാൻ വായ്പ എടുത്തു, വായ്പക്ക് പലിശയും കറക്റ്റ് ചെയ്തിട്ട് ഞാൻ റീപേ ചെയ്യുന്നു, പ്രിൻസിപ്പൽ എമൗണ്ട് അടക്കുന്നു, EMI ഒരു ഡീഫോൾട്ട് ഇല്ല, അങ്ങനെയാണെങ്കിൽ എന്താ, പെർഫോമിംഗ് അസറ്റ്സ്. ദാറ്റ് ഈസ് പെർഫോമിംഗ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് ഇൻ വിച്ച് ബാങ്ക് ഗെറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് റെഗുലർലി. നോ ഡീഫോൾട്ട് അറ്റ് ഓൾ. ഓക്കെ, ഒരു ഡീഫോൾട്ട് ഇല്ല. അതുകൊണ്ടാണ് ബാങ്കിൽ വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ ബാങ്ക് വിൽ എക്സാമിൻ യുവർ ക്രെഡിറ്റ് വർത്തിനെസ്. എന്താ വിളിക്കുക, ക്രെഡിറ്റ് വർത്തിനെസ്. ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ റീപേയ്മെന്റ് കപ്പാസിറ്റി ഓഫ് ദ ബോറോവർ. വായ്പ എടുത്ത ആള് പലിശയും മുതലും തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ നോക്കുക, അതാണ് ക്രെഡിറ്റ് വർത്തിനെസ്. അതുപോലെ എന്താണ്, വായ്പ തരുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, നിങ്ങളെടുത്തുനിന്ന് കൊളാറ്ററൽ വാങ്ങും. അഥവാ വീടിൻ്റെ ആധാരോ വണ്ടിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അല്ല RC ബുക്കോ ഗോൾഡോ സാലറി സർട്ടിഫിക്കറ്റോ ഒക്കെ വാങ്ങും. അതിനെ വിളിക്കുന്ന പേരാണ് കൊളാറ്ററലൈസ്ഡ് ലോൺ എന്ന് പറയാം. അങ്ങനെ സെക്യൂരിറ്റി ഇല്ലാതെ നമ്മുടെ പേഴ്സണൽ റിസ്കിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നോൺ കൊളാറ്ററലൈസ്ഡ് ലോൺ എന്നൊക്കെ പറയും. ബാങ്കിങ് സെക്ടർ ആ ഏരിയ പഠിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ടോപ്പിക്കാണ്, മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, നമ്മളെ എക്കോണമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്, ദോസ് അസറ്റ്സ് വിച്ച് സീസ്ഡ് ഓർ സ്റ്റോപ്ഡ് ടു ഏൺ റിട്ടേൺ. ഓക്കെ, ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ ലൈഫിലും ഇത് അപ്ലിക്കബിൾ ആണ് അല്ലേ. ഇപ്പം എന്നെ പറ്റി അല്ലെങ്കിൽ നിങ്ങളെ പറ്റി പാരൻസ് ഹി ഈസ് ആൻ അസറ്റ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നമ്മുടെ വീട്ടുകാർക്കാണ്, പാരൻസിന് ഉണ്ടാവണം. ഒരു ഉപകാരം ഇല്ലെങ്കിൽ എന്താണ്, ബാഡാണ്, ലയബിലിറ്റിയാണ്. അതേപോലെ തന്നെ ബാങ്ക് വായ്പ എടുക്കുന്നു, അത് കറക്റ്റ് ചെയ്ത് പലിശയും മുതലും കിട്ടുകയാണെങ്കിൽ പെർഫോമിംഗ് അസറ്റ്സ്. വായ്പ എടുത്ത ആൾ മുങ്ങാണെങ്കിൽ, ആ മുങ്ങുന്നതന്നെ ഇപ്പം ഡീഫോൾട്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഡീഫോൾട്ട് നടത്തുന്ന 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ലോൺ എടുക്കുന്നത് ഡ്യൂ, നമുക്കെന്താണ് ഡ്യൂ നികത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഡീഫോൾട്ട്. ഡീഫോൾട്ടിൽ തന്നെ വിൽഫുൾ ഡീഫോൾട്ടേഴ്സ് ഉണ്ട്. വിൽഫുൾ, ഇപ്പം നമ്മുടെ വിജയമല്ല അതിൻ്റെ എക്സാമ്പിളാണ്. പണം തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ മനഃപൂർവ്വം തിരിച്ചടക്കാതിരിക്കുക. ഓക്കെ, ചീറ്റ് ചെയ്യുക അല്ലേ, അതിനാണ് വിൽഫുൾ ഡീഫോൾട്ടേഴ്സ്. ജെന്യുവൻ ഡീഫോൾട്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫാമേഴ്സൊക്കെ വായ്പ എടുത്തു, കൃഷി നശിച്ചു പോയി, വെള്ളപ്പൊക്കം വന്നിട്ട് വേറെ ഇഷ്യൂസ് വന്നിട്ട് കൃഷി നാശമുണ്ടായി, ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായി, വായ്പ തിരിച്ചടക്കാൻ മുടങ്ങുകയാണെങ്കിൽ എന്താണ്, അത് ജെന്യുവൻ ഡീഫോൾട്ടേഴ്സ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ ടേമുകളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ സീ ദിസ് ഈസ് അബൌട്ട് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഓക്കെ, ഈ കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ എക്കോണമിയിൽ ഞാൻ പറഞ്ഞ നമ്മുടെ ബാങ്കിങ് സെക്ടർ വളരെ സ്ട്രോങ് ആയിരുന്നു. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ 2007 ഇപ്പോൾ 2008 ക്രൈസിസ് ഒക്കെ വന്നപ്പോൾ ഏറെക്കുറെ പിടിച്ചു നിന്ന രാജ്യമായിരുന്നു ഇന്ത്യ. RBIക്കൊക്കെ അതിൻ്റെ റോള് വളരെ വലുതാണ്. ഇപ്പോൾ 2007 ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ കമ്പനി വലിയ വലിയ കോർപ്പറേറ്റ്സുകൾ അവരെന്ത് ചെയ്യുന്നു, ബാങ്കിൽ നിന്ന് വായ്പ എടുക്കും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, SBI വായ്പ എടുത്തു. ഇവരെടുക്കുന്നത് 100 കോടി 500 കോടി 1000 കോടിയൊക്കെയാണ് വായ്പ എടുക്കുക. ഈ കമ്പനികൾ റോഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പാലുണ്ടാക്കാനോ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട പല ടെൻഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യായിരിക്കും. ബട്ട് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ഡിഫറെൻറ്റ് ഡെവലപ്മെന്റൽ പ്രൊജക്ട്സിന് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്യുന്നതിലുള്ള കാലതാമസം, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെ വന്നിട്ട് കമ്പനികൾക്ക് പണി പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും അങ്ങനെ കമ്പനി എടുത്ത വായ്പ എന്ത് ചെയ്തു, ഡീഫോൾട്ടായി. ഞാൻ പറഞ്ഞു, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇന്ന് നമ്മുടെ ബാങ്കിങ് സെക്ടർ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. It is one of the real problems or concerns of every bank. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉള്ളത് പബ്ലിക് സെക്ടർ ബാങ്കിലാണ്. പബ്ലിക് സെക്ടർ ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് SBIയിലാണ്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഒരു തുടക്കം ഇങ്ങനെയാണ് വരുന്നത്. 2007 ആ കാലഘട്ടത്തിൽ കമ്പനീസ് ഒത്തിരി വായ്പ എടുത്തു. ആ വായ്പ എന്താണ്, ഇവരുടെ പ്രൊജക്ട്സ് ഒന്നും നല്ല രീതിയിൽ ശരിയായില്ല. കാരണം കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് കൊളായി. കമ്പനിക്ക് പ്രോഫിറ്റ് ഒക്കെ ഗണ്യമായിട്ട് കുറഞ്ഞ് ഇവിടെ ബാലൻസ് ഷീറ്റ് കൊളായി. ആ കൊളായപ്പോൾ കമ്പനി എന്ത് ചെയ്തു, വായ്പ എടുത്തത് തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആ തിരിച്ചടക്കാൻ കഴിയാത്ത വന്നപ്പം നോൺ പെർഫോമിംഗ് അസറ്റ്സ് അങ്ങോട്ട് കുത്തനെ കൂടി.
അത് ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റും കൊളായി. ഓക്കെ, ഇവിടെ കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് കൊളായി. എന്താ കാരണം? അവർ വായ്പ എടുത്തു, അവർ പല ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സും ബ്ലോക്കായി. ബ്ലോക്കാനുള്ള കാരണം എന്താണ്? ഭൂമി അക്വയർ ചെയ്യാൻ കഴിഞ്ഞില്ല, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, പല അപ്രൂവൽ കിട്ടാത്ത പ്രശ്നം, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നു, കോസ്റ്റ് കൂടി, അങ്ങനെ അവരുടെ പ്രോഫിറ്റ് ഒന്നായിട്ട് കൊളായി ബാലൻസ് ഷീറ്റ്. ഇവരുടെ കൊളായപ്പോൾ തീർച്ചയായിട്ടും ഇവരെടുത്ത വായ്പ എന്ത് ചെയ്തു? തിരിച്ചടക്കാതായി. പലിശ മുതലൊന്നും ഒരു അഡ്രസ്സും ഇല്ല. അത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് കൂടി, അഥവാ ബാലൻസ് ഷീറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൾസോ ട്രബിൾഡ്. ഇതിനെ വിളിക്കുന്നത് അല്ലേ, ഇവിടുത്തെ ബാലൻസ് ഷീറ്റും മോശമായി, നമ്മുടെ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റും മോശമായി. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം. ഓക്കെ, ഇറ്റ് ഈസ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ് നെയിം, ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം. ഓക്കെ, ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. സി, ദിസ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ അവർ റിയൽ വേൾഡ്. ഇപ്പം ഇത് നേരിടാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സർഫാസി ആക്ട്. Okay, what do you mean by Sarfazi Act? See, Sarfazi Act represents, securitization and reconstruction of financial assets and enforcement of Security Interest Act 2002. Non-performing assets ഒക്കെ റിക്കവർ ചെയ്യാൻ കൊണ്ടുവന്ന മെഷേഴ്സ് 2002 വന്ന നിയമമാണ്. സെക്യൂരിറ്റീസ് അവർക്ക് ലേലം ചെയ്യാം, അവരെ വായ്പ തിരിച്ചടക്കാനുള്ള ഒരുപാട് നിർദ്ദേശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. RBIൻ്റെ ഒത്തിരി മെഷേഴ്സ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ദിസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ വി ക്യാൻ സിംപ്ലി ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഓർ asset classification based on our syllabus. The first one is that substandard. Okay, it is really very interesting. Substandard NPA. Second one, doubtful NPA. Doubtful NPA. And third one, loss NPA. Okay. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു NPA ആകാനുള്ള ക്രൈറ്റീരിയ എന്താണ്? 3 മാസമായിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടോ അതിൻ്റെ പലിശയോ ബാങ്കിക്ക് കിട്ടുന്നില്ല. ബോറോവർ ഫെയിൽഡ് ടു റീപേ പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, 3 മാസം 90 ദിവസം കഴിഞ്ഞാലാണ് NPA ആകുക. ആ NPA സബ്സ്റ്റാൻഡേർഡ് ആകുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ ബോറോവർ ഫെയിൽഡ് ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് ദ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ. 1 വർഷമായിട്ട് എന്താണ്? ഒരു അഡ്രസ്സും ഇല്ല. ഓക്കെ, ജനുവരിയിൽ വായ്പ എടുത്തു, ഡിസംബർ കഴിഞ്ഞിട്ട് എന്താണ്? പലിശയില്ല, മുതലില്ല. അങ്ങനെയുള്ള NPA വിളിക്കുന്ന പേരാണ് സബ്സ്റ്റാൻഡേർഡ്. റൈറ്റ്. ഡൗട്ട്ഫുൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഡൗട്ട്ഫുൾ ഹിയർ ഓൾസോ ബോറോവർ ഫെയിൽഡ് ടു റീപേ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് ഫോർ 1 ഇയർ ആഫ്റ്റർ ബിക്കമിങ് NPA. ഓക്കെ, NPA ആകാൻ എത്ര 3 മാസം ഉണ്ടല്ലോ, 90 ദിവസമല്ലേ? ആ 90 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? 1 വർഷമായി. ദാറ്റ് മീൻസ് 15 മന്ത്സ്, 15 മാസം. കാരണം എന്താ? 1 ഇയർ ഏത് കഴിഞ്ഞിട്ടാണ്? NPA ആയിട്ട് പിന്നെ 1 വർഷമായി. NPA ആകാൻ എത്ര മാസമുണ്ട്? 3 മാസമാണ്. അപ്പോൾ 1 വർഷത്തിൽ 12 മാസം, 12 മാസം 3 മാസം കൂട്ടുമ്പോൾ 15 മന്ത്സ്. ഓക്കെ, അതിന് വിളിക്കുന്ന പേരാണ് ഡൗട്ട്ഫുൾ അസറ്റ്സ് ഓർ ഡൗട്ട്ഫുൾ NPA. ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടേം ഉണ്ട് അല്ലേ? ലോസ് ആണ് നഷ്ടം. ദാറ്റ് മീൻസ് RBIൻ്റെ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള എക്സ്പേർട്സുകൾ വന്നിട്ട് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിച്ചു, കിട്ടാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷെ എന്നിട്ട് അവർ എഴുതി വെച്ചെന്താണ്? ഇറ്റ് ഈസ് റിയലി റിസ്കി ആൻഡ് നോട്ട് പോസിബിൾ ടു റീകവർ ദ അസറ്റ്സ്. ആ വായ്പ തിരിച്ച് എടുക്കാനുള്ള ഒരു നിർവാഹമില്ല എന്ന് ഇന്റേണൽ ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ RBI അപ്പോയിന്റ് ചെയ്ത എക്സ്പേർട്സോ പറയുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? ലോസ് എന്ന് വിളിക്കും. പക്ഷെ അത് എഴുതി തള്ളിയിട്ടില്ല കേട്ടോ, റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അവിടെ ബാങ്കിന്റെ അക്കൗണ്ട് ബുക്സിൽ ഇപ്പോഴും അത് കാണിക്കുന്നുണ്ട്, പക്ഷെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ടേം ഒന്ന് ഓർക്കണമല്ലോ. സ്റ്റാൻഡേർഡ് അസറ്റ്സ്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആണ് സൂപ്പർ ലോൺ ആണ്. അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കറക്റ്റ് ചെയ്തിട്ട് എന്താണ്? ബാങ്കിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ RBIൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് എത്തുന്നതിന് മുമ്പ് അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്ത് അത് നിങ്ങൾക്ക് അസറ്റ് ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുക. അതിന് വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 0. ഓക്കെ, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 0. ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് വായ്പ എടുത്ത ആളെന്താണ്? ഡീഫോൾട്ട് ഒന്നും വരുത്തിയിട്ടില്ല, പക്ഷെ ആ ഡീഫോൾട്ട് വരുത്താൻ എങ്ങനെ ഓരോ സിഗ്നൽസ് നൽകുന്നുണ്ട്.
കാരണം ഇപ്പോൾ ഞാൻ വായ്പ എടുത്തിട്ട് ഞാൻ എല്ലാ മാസവും 2-ാം തീയതിക്ക് തന്നെ ഇങ്ങനെ പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും ഇങ്ങനെ അടച്ചിരുന്നു. പക്ഷേ 2-3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അത് 5-ാം തീയതിയായി, പിന്നെ അത് 10-ാം തീയതിയായി. അപ്പോൾ ഇങ്ങനെ ദർ ഈസ് എ ചാൻസസ് ഓഫ് ഡീഫോൾട്ട്. ആ സിഗ്നൽ ഇങ്ങനെ കാണിക്കുന്ന അക്കൗണ്ടാണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. അപ്പോൾ RBI പറയുകയാണ് ഇങ്ങനെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുമ്പ് തന്നെ ബോറോവർക്ക് ആ മുതലും പലിശയും തിരിച്ചടക്കാനുള്ള ആ മെഷേഴ്സ് നിങ്ങൾ എടുക്കണം, അവരെ അവെയർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, യു ക്യാൻ യൂസ് ടെക്നോളജി ആസ് വെൽ. ഇപ്പം നമുക്ക് മെസ്സേജ് വരും, ഓൺലൈൻ ഒരുപാട് സംഭവങ്ങൾ വരും, നിങ്ങളെ ഡ്യൂസ് ആണ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരാറുണ്ട്. രണ്ടാമത്തെ കേസാണെന്ത്, SMS സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 1. ഇതിന്റെ പ്രത്യേകത ദാറ്റ് ഈസ് ഡീഫോൾട്ട് ഫ്രം up to 60 days. ഓക്കെ, 30 days to 60 days, 30 ദിവസം മുതൽ 60 മീൻസ് 2 മാസം ആയിട്ട് എന്താണ് ഒരു ഡീഫോൾട്ട് മീൻസ് ഇങ്ങനെ ഡ്യൂസ് വരുന്നുണ്ട്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 2, ദാറ്റ് ഈസ് ഫ്രം 60 days to 90 days. ഡീഫോൾട്ട് വരുത്തി 3 മാസം വരെ. SMA 2 കഴിഞ്ഞാൽ പിന്നെ എന്തായി, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയി. അതൊരു വർഷം നീണ്ടാൽ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയി. 15 മാസം NPA കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷമായാലും അത് ഡൗട്ട്ഫുൾ ആയി. ഏതെങ്കിലും ഓഡിറ്റേഴ്സ് ഇവരൊക്കെ വന്നിട്ട് അത് കിട്ടാൻ സാധ്യത കുറവാണെങ്കിൽ ലോസ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോൺ പെർഫോമിംഗ് അസറ്റ്സ്, സിമിലർലി അസറ്റ് ക്ലാസിഫിക്കേഷൻ, ഡെഫിനേഷൻ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക, കൺസെപ്റ്റ് നല്ല രീതിയിൽ ഓർത്തിരിക്കുക. ബാഡ് ലോൺസ് എന്ന് വിളിക്കും, കിട്ടാക്കടം ഓർ ടോക്സിക് ലോൺസ്. ഓക്കെ, ഡീഫോൾട്ട്, വിൽഫുൾ ഒക്കെ എന്താ മനസ്സിലാക്കുക. ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം, classification of assets or non-performing assets. This is RBI classification even before NPA. ഇതൊക്കെ നിങ്ങൾ അസറ്റ് ക്ലാസിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ SMA 0 എന്ന് പറഞ്ഞാൽ up to 30 days ആണ്. Then 31 to 60 SMA 1, then 60 to 90 SMA 2. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. SMA 1 31 to 60 days, SMA 2 61 to 90 days. Specific days ഒക്കെ ഓർത്തിരിക്കുക. In the coming video we will discuss another very interesting topic, MCL ഷോർട്ട് ഫോം ആണ്. മൊഡ്യൂൾ 3 വരുന്ന RBI ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്, MCL, that we will discuss. ഓക്കെ, അപ്പോൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. എക്സാമിന് വളരെ സൂപ്പറായിട്ട് എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.